ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷിലെ ബി ഹൈ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ബാക്ക് ടു ഗ്രീൻ എന്നുള്ള നമ്മുടെ ചാപ്റ്റർ എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ? നമ്മുടെ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ടു ഗ്രീൻ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് ബാക്ക് ടു ഗ്രീൻ ആണ്. അപ്പൊ ആ സ്റ്റോറിയുടെ ക്ലാസ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. അപ്പൊ ആ സ്റ്റോറി നമ്മൾ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ വേർഡ്സിന്റെ മീനിങ്ങും പറയുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹണി ഡ്രോപ്പ് എന്നുള്ള സെക്ഷനിലെ എ ജംഗിൾ റൈഡ് എന്നുള്ള സ്റ്റോറിയുടെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ യൂണിറ്റ് 2ന്റെ കണ്ടിന്യൂഷൻ തുടർച്ചയായിട്ട് യൂണിറ്റ് 2ന്റെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ ബി ഹൈവ് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും ബാക്ക് ടു ഗ്രീൻ എന്ന പാഠത്തിന്റെ ക്ലാസ്സുകൾ കാണുക. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളും മറ്റ് ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്ട് പ്ലേലിസ്റ്റ്, എല്ലാ സബ്ജക്ട് പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ബാക്ക് ടു ഗ്രീനിലെ ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് എല്ലാ ആക്ടിവിറ്റീസും 1 തൊട്ട് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റീസ് വരെ രണ്ടാമത്തെ യൂണിറ്റിന്റെ എല്ലാ ആക്ടിവിറ്റീസും ഒറ്റ വീഡിയോയിൽ ഈ ഒരു വീഡിയോയിലുണ്ട്. അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. Activity 1. Have you made the bird? Paste it below. ഇവിടെ ഒരു ബോക്സ് കണ്ടോ, ഒരു കോളം കണ്ടോ? ആ കോളത്തിനകത്ത് എന്താ ചെയ്യാനാ പറയുന്നത്? ചിത്രം വരയ്ക്കാനല്ല പറയുന്നത്. ഒരു പക്ഷിയുടെ ചിത്രം വരയ്ക്കാനല്ല പറയുന്നത്. നിങ്ങൾ ടീച്ചർ പറഞ്ഞു തരുന്ന പോലെ ടീച്ചർ ബേർഡിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറയും. അതായത് എന്ത് വെച്ച് ഉണ്ടാക്കാനാ പറയാ? കളർ പേപ്പറൊക്കെ വെച്ച് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യില്ലേ, അതുപോലെ കളർ പേപ്പറൊക്കെ വെച്ചിട്ട് ബേർഡിനെ ഉണ്ടാക്കാനാണ് പറയുന്നത്. ആ നിങ്ങൾ ഉണ്ടാക്കിയ ബേർഡിനെ ഇവിടെ പേസ്റ്റ് ചെയ്യുക, ഇവിടെ ഒട്ടിക്കാനാണ് പറയുന്നത്. ഏത് ബേർഡിനെ നിങ്ങളുടെ ടീച്ചർ ഉണ്ടാക്കാൻ പറയാന്ന്? പാരറ്റിന്. ഓക്കെ, കാരണം എന്താ, നമ്മൾ ബാക്ക് ടു ഗ്രീൻ എന്നുള്ള പാഠത്തിൽ ഏത് ബേർഡിന്റെ കഥയാണ്? പാരറ്റിന്റെ കഥയാണ് അല്ലേ? നമ്മുടെ പോളി പാരറ്റിന്റെ കഥയല്ലേ? അപ്പൊ നമ്മൾ പാരറ്റിനെയാണ് ഉണ്ടാക്കാൻ പറയുക. അപ്പൊ പാരറ്റിന് ഉണ്ടാക്കിയത് ഇതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യുക, ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ താഴെ ഒരു ലൈൻ കണ്ടോ, ഇവിടെ എന്താ എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ 2 സെന്റൻസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ സെന്റൻസ് നമുക്ക് വായിക്കാം. ദിസ് ഈസ് എ പാരറ്റ്. ഇത് ഏത് ബേർഡാണ്? പാരറ്റ്. നമുക്ക് പാരറ്റിന്റെ സ്പെല്ലിംഗ് എല്ലാ കൂട്ടുകാരും പഠിച്ചില്ലേ? നമ്മൾ എന്താണ് പാരറ്റിന്റെ സ്പെല്ലിംഗ്? എന്താ? PARROT, പാരറ്റ് അല്ലെ? പാരറ്റിന്റെ നിറം എന്താണ്? ഗ്രീൻ. അതാണ് നമ്മൾ ഈ ലൈനിൽ എഴുതേണ്ടത്. പാരറ്റിന്റെ നിറം എന്താ? ഗ്രീൻ. GREEN, ഗ്രീൻ. ഗ്രീൻ പാരറ്റ് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അതുപോലെ ഒരു പാരറ്റിനൊക്കെ ഉണ്ടാക്കി നോക്കി ഇവിടെ പേസ്റ്റ് ചെയ്യുക. രണ്ടാമത്തെ യൂണിറ്റ് കളർ ചെയ്യേണ്ടതാണ്. ഹു ആർ പോളീസ് ഫ്രണ്ട്സ്? പോളിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ പഠിച്ചു അല്ലെ? 3 ഫ്രണ്ട്സ് ഉണ്ട്. ആരൊക്കെയാ പോളിന്റെ ഫ്രണ്ട്സ്? ഡക്ക്, റാബിറ്റ്, എലിഫന്റ്. നിങ്ങൾ കണ്ടില്ലേ ചിത്രത്തിലെ ഡക്കിനും റാബിറ്റിനും എലിഫന്റിനും കണ്ടില്ലേ? അവർ നേരെ നോക്കിയ ഒരു ഡോട്ടഡ് ലൈൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? കുത്തായിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? കുത്തിന്റെ മേലെ കൂടെ നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ട് അതെന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ ചിത്രത്തിന് കളർ കൊടുക്കുക. അപ്പൊ പറഞ്ഞേ, ഹു ആർ പോളീസ് ഫ്രണ്ട്സ്? പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ഡക്ക്, റാബിറ്റ്, എലിഫന്റ്. നമ്മൾ കളർ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാന്ന് എഴുതുക. എലിഫന്റ്, റാബിറ്റ്, ഡക്ക്. കണ്ടില്ലേ? എലിഫന്റ് എന്ന് വെച്ചാൽ ആന, റാബിറ്റ് മുയല്, ഡക്ക് താറാവ്. ആക്ടിവിറ്റി 3. Let us sing together. നോക്കിക്കേ, ഒരു പാട്ടാണ് കേട്ടോ അത്. ഒരു പോയമാണിത്. അപ്പൊ ഇവിടെ നോക്കൂ, ആരൊക്കെ ചിത്രത്തിലുള്ളത്? എലിഫന്റ് ഉണ്ട്. എലിഫന്റിന് പുറത്ത് ആരൊക്കെയാ? നമ്മുടെ പോളി ഇരിക്കുന്നുണ്ട് അല്ലെ? പോളി പാരറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡക്ക് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. റാബിറ്റിന്റെ കയ്യിലുള്ളത് എന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ റാബിറ്റിന്റെ കയ്യിലുള്ള സാധനം? ഇത് നമ്മൾ പറയാം മലയാളത്തിൽ കൂൺ എന്ന് പറയും, ഇംഗ്ലീഷിൽ മഷ്റൂം എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. Elephant, rabbit, parrot and duck, they are friends in the jungle. They play all day. അപ്പൊ ആരൊക്കെയാണ് ചിത്രത്തിലുള്ളത്? Elephant, rabbit, parrot and duck, they are friends. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ആരാ? കൂട്ടുകാർ. അവര് കൂട്ടുകാരാണ്. Friends in the jungle. ജംഗിൾ എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞത്? കാട് അല്ലെ? കാട്ടിലെ കൂട്ടുകാർ. They play all day. അവരെന്താ ചെയ്യുന്നത്? കളിക്കുകയാണ്. കളിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? പ്ലേ. അവര് കളിക്കുകയാണ്, രാവിലെ മുഴുവൻ കളിക്കും. പ്ലേ ഓൾ ഡേ മുഴുവൻ അവരെന്ത് ചെയ്യും? പകല് മുഴുവൻ എന്ത് ചെയ്യും? കളിക്കും. അടുത്തത് they swing on a swing all day. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ വരി നോക്കൂ. they swing on a swing എന്ന് വെച്ചാൽ എന്താ? swing എന്ന് വെച്ചാൽ ഊഞ്ഞാലിനെയാണ് നമ്മൾ swing എന്ന് പറയാ. അപ്പൊ ഒന്നാമത്തെ വരിയില് 2 swing ഇല്ലേ? ഒന്നാമത്തെ വരി കേട്ടോ. ഈ ഒന്നാമത്തെ വരി നോക്കിക്കേ, ഇതില് 2 swing ഉണ്ടോ? they swing on a swing. ഇതില് ആദ്യത്തെ swing എന്ന വാക്കിന്റെ അർത്ഥം ഊഞ്ഞാൽ ആടുക എന്നാണ്. രണ്ടാമത്തെ വാക്കിന്റെ അർത്ഥം ഊഞ്ഞാല്. ഓക്കെ, അപ്പൊ ഊഞ്ഞാൽ ആടുക എന്നതിനെയും
ഊഞ്ഞാൽ എന്നതിനെയും നമ്മൾ സ്വിങ് എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, അപ്പൊ അവര് ഊഞ്ഞാലിൽ ഊഞ്ഞാലാടുകയാണ് എന്നാണ് അർത്ഥം. സ്വിങ് ഓൾ ഡേ, പകൽ മുഴുവൻ കളിച്ചവരെന്ത് ചെയ്യും? ഊഞ്ഞാലാടും. ഓക്കെ, അപ്പൊ സ്വിങ് എന്ന് വെച്ചാൽ ഊഞ്ഞാൽ. കണ്ടില്ലേ നിങ്ങള് അവര് 4 ആളും കൂടെ ഊഞ്ഞാലിരിക്കുന്നത്? ആരൊക്കെ ഊഞ്ഞാലാടുന്നത്? എലിഫന്റ്, റാബിറ്റ്, ഡക്ക്, പോളി പാരറ്റ് അല്ലെ? പോളി പാരറ്റ്, പാരറ്റിന്റെ പേരാണ് പോളി. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. അപ്പൊ പോളിയുടെ ഫ്രണ്ട്സ് മഴയത്ത് കളിക്കുകയാണ്. റെയിൻ കണ്ടോ? റെയിൻ ഉള്ള വേർഡ് കണ്ടില്ലേ? റെയിൻ. ഈ റെയിൻ വെച്ച് എന്താ? മഴ. മഴയത്ത് കളിക്കുകയാണ്. ഡ്രോ റെയിൻ ഡ്രോപ്സ് ഇൻ ദ പിക്ചർ. നിങ്ങളുടെ എന്ത് ചെയ്യാനാ പറയുന്നത്? റെയിൻ ഡ്രോപ്സ് വരയ്ക്കാനാണ് പറയുന്നത്. ഈ ചിത്രത്തില് റെയിനിൽ കളിക്കുക എന്ന് പറഞ്ഞു അല്ലെ? മഴയത്ത് കളിക്കുമ്പോൾ എന്ത് മഴ വേണ്ടേ? ഇവിടെ മഴയുണ്ടോ? ഇല്ല അല്ലെ? ചിത്രത്തിൽ മഴയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? റെയിൻ ഡ്രോപ്സ് വരയ്ക്കണം. റെയിൻ ഡ്രോപ്സ് വെച്ചാൽ മഴത്തുള്ളികൾ വരയ്ക്കുക. ഇതുപോലെ മഴത്തുള്ളികൾ വരച്ച് കളർ കൊടുക്കുക. എന്നിട്ട് ഇവിടെ എന്ത് എഴുതണം? എലിഫന്റ് എന്താ പറയുന്നത്? ഹായ്. എന്ത് വന്നു? റെയിൻ പറയാണ് അല്ലെ? ഹായ് മഴ എന്ന് പറയാണ്. മഴനെ എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചത്? റെയിൻ. എന്താ റെയിൻ്റെ സ്പെല്ലിംഗ് എന്താ? RAIN, റെയിൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ചിത്രം നോക്കിക്കേ. വേർ ഇസ് പോളി? Where has she gone? അപ്പൊ ഈ ചിത്രത്തിൽ ഒരാളില്ല അല്ലെ? പോളിയുടെ ഫ്രണ്ട്സ് അല്ലേ മഴയത്ത് കളിക്കുന്നത്? ആരില്ല ചിത്രത്തില്? പോളി ഇല്ല അല്ലെ? നമ്മുടെ പോളി പാരറ്റ് ഇല്ല. അപ്പൊ എവിടെ പോയി നമ്മുടെ പോളി? Where has she gone? അവൾ എവിടെയാണുള്ളത്? നോക്കൂ, അവളുടെ കൂട്ടിലാണുള്ളത്. അവള് നെസ്റ്റിലാണുള്ളത് അല്ലെ? കൂട്ടിലാണ്. മരത്തിന്റെ പൊത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ എന്താ ഉള്ളത്? മരത്തിന്റെ പൊത്തിനകത്ത് എന്തുണ്ട്? അവളുടെ എഗ്സ് ഉണ്ട്, മുട്ടകൾ ഉണ്ട് അല്ലെ? എത്ര എഗ്ഗാണ് പോളിക്കുള്ളത്? 3 eggs. നമ്മൾ പാഠത്തിൽ പഠിച്ചില്ലേ? നമ്മുടെ യൂണിറ്റ് 2 നമ്മൾ വായിച്ചപ്പോൾ പറഞ്ഞില്ലേ? എത്ര എഗ് ഉണ്ട്? 3 എഗ് ഉണ്ട് അല്ലെ? ആ മുട്ടകൾ വിരിയാൻ വേണ്ടി അവളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ്, പോളിയുടെ ഫ്രണ്ട്സ് പോളിന്റെ വീട്ടിലേക്ക് ഹോമിലേക്ക് എത്താനുള്ള വഴിയാണ് നിങ്ങൾ ഇവിടെ വരയ്ക്കേണ്ടത്. ഇതുപോലെ എന്ത് ചെയ്യുക? വഴി കാണിക്കുക. ഹെൽപ് ദ ഫ്രണ്ട്സ് റീച്ച് പോളീസ് ഹോം. അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റി 5 പോളിന്റെ ഫ്രണ്ട്സ് പോളിനോട് സംസാരിക്കുകയാണ്. വാട്ട് ഡു ദേ ടോക്ക്? അവർ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. നോക്കൂ, റാബിറ്റ് എന്താ പോളിയോട് ചോദിക്കുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? നീ എന്ത് ചെയ്യാണ്? നീ ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് കേട്ടോ. റാബിറ്റ് പോളിയോട് ചോദിക്കുകയാണ്. അപ്പൊ പോളി പറയാണ്, ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ. ഞാൻ കാത്തിരിക്കുകയാണ്. ആരെയാണ് കാത്തിരിക്കുന്നത്? എന്റെ ആരെയാണ് കാത്തിരിക്കുന്നത്? ചിക്സിനെ, എന്റെ കുട്ടികളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ മുട്ട വിരിഞ്ഞ് വരുന്ന കുട്ടികളെ കാത്തിരിക്കുകയാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ചീക്സ്. ഓക്കെ, ചിക്സ് സ്പെല്ലിംഗ് അറിയില്ലേ? ചിക്സ് CHICKS, ചീക്സ്. അടുത്തത് ആക്ടിവിറ്റി 6 ആണ്. ആക്ടിവിറ്റി 6 എന്താ? ഷാൽ വി ഫിൽ ദ ബാസ്കറ്റ് വിത്ത് ഫ്രൂട്ട്സ്? യൂസ് ദ സ്റ്റിക്കേഴ്സ് given in the book. അപ്പൊ ഇവിടെ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ഒരു ബാസ്ക്കറ്റ് കണ്ടില്ലേ? ഈ ബാസ്ക്കറ്റില് ഫ്രൂട്ട്സ് നിറയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും? ഏതൊക്കെ ഫ്രൂട്ട്സ് വരയ്ക്കേണ്ടത്? ഇവിടെ 5 ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, ഓറഞ്ച്, ബനാന. ഈ 5 ഫ്രൂട്ട്സിന് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഇവിടെ വരയ്ക്കാം. അത് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാസ്ക്കറ്റ് ഫുള്ളും എന്ത് ചെയ്യണം? ഫ്രൂട്ട്സ് കൊണ്ട് നിറയ്ക്കണം. ഇതുപോലെ കണ്ടോ? അത് ഏതൊക്കെ ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഇവിടെ ഈ ബാസ്ക്കറ്റിൽ നിറച്ചത്? ആപ്പിൾ ഉണ്ട്, മാംഗോ, ഗ്രേപ്സ്. ഗ്രേപ്സ് എന്ന് വെച്ചാൽ ഏതാ? മുന്തിരി അല്ലേ? മാംഗോ പറഞ്ഞാൽ മാങ്ങ, ഓറഞ്ച്, പിന്നെ ബനാന എന്ന് വെച്ചാൽ പഴം. ഓക്കെ, അപ്പൊ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ നിറച്ച് ബാസ്ക്കറ്റ് ഫില്ല് ചെയ്യുക. അടുത്ത ആക്ടിവിറ്റി 7. അപ്പൊ ഫുൾ നമ്മൾ ബാസ്ക്കറ്റിലുള്ള ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് പോളിന്റെ ഫ്രണ്ട്സ് പോളിനെ കാണാൻ പോവുകയാണ് കേട്ടോ. അതാണ്ടോ? Let us add line to the song. ഇപ്പൊ വീണ്ടും ഒരു സോങ് തന്നിട്ടുണ്ട്. ഈ സോങ്ങിൽ ഒരു വരി ഇവിടെ നമ്മുടെ എഴുതാനാണ് പറയുന്നത്. നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. Our Polly, dear Polly, sitting on her eggs. Our Polly, dear Polly, eat this apple. Our Polly, dear Polly. ഇവിടെ നമ്മൾ ലൈൻ എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എന്ത് പഠിക്കാൻ പോകുന്നത്? Our Polly, dear Polly, sitting on her eggs. എന്നാൽ അവളുടെ മുട്ടകളിൽ ഇരിക്കുകയാണ്. Our Polly, dear Polly, eat this apple. അപ്പൊ ഇവര് ഫ്രണ്ട്സ് എന്തും കൊണ്ടാ പോകുന്നത്? ഫ്രൂട്ട്സ് കൊണ്ടാ പോകുന്നത് അല്ലേ? നമ്മൾ ആക്ടിവിറ്റി 6 നമ്മൾ കുറെ ഫ്രൂട്ട്സ് നിറച്ചു കൊടുത്തില്ലേ ബാസ്ക്കറ്റില്? അപ്പൊ ആ ബാസ്ക്കറ്റ് കൊണ്ടാണ് ഇവർ പോകുന്നത്. അപ്പൊ ആ ബാസ്ക്കറ്റിൽ എന്താ ഉള്ളത്? ഫ്രൂട്ട്സ് ഉണ്ട്. കുറെ 5 ഫ്രൂട്ട്സ് നമ്മൾ വരച്ചു അല്ലേ? ആപ്പിൾ ഉണ്ട്, അതുപോലെ തന്നെ ഏതാ ഉള്ളത്? മാംഗോ, ഗ്രേപ്സ്, ഓറഞ്ച്, ബനാന. അപ്പൊ നമ്മൾ അടുത്ത ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഈറ്റ് ദിസ് ആപ്പിൾ. ഈ ആപ്പിൾ കഴിക്കൂ. മുട്ടയിൽ ഇരിക്കുകയല്ലേ? മുട്ട വിരിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ എന്താ പറയുന്നവര്? ഈറ്റ് ദിസ് ആപ്പിൾ. ഈ ആപ്പിൾ കഴിക്കൂ. അടുത്തവര് നോക്കൂ. അവർ പോളി, ഡിയർ പോളി. ഇനി നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ കുറെ ഫ്രൂട്ട്സ് എഴുതിയില്ലേ? വേറെ എന്ത് എഴുതാം? ഈറ്റ് ദിസ് മാംഗോ. ഈ മാംഗോ കഴിക്കൂ. കുറെ ഫ്രൂട്ട്സ് കൊണ്ടാ പോയിരിക്കുന്നത്. അപ്പൊ ആ ഫ്രൂട്ട്സിന്റെ പേര് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ എഴുതാം. ഈറ്റ് ദിസ് മാംഗോ. ഇനി അടുത്ത വരി എന്തായിരിക്കും? അവർ പോളി, ഡിയർ പോളി, eat this grapes.
Our Polly, dear Polly, eat this orange. Our Polly, dear Polly, eat this banana. ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ സോങ് ലൈൻസ് ആഡ് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി 7. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി 8. What does Polly say? അപ്പൊ നോക്കൂ, നമ്മുടെ പോളിയുടെ എഗ് മുട്ടകളൊക്കെ വിരിഞ്ഞ് അതിന് ആര് വന്നു? ചിക്സ് പുറത്തു വന്നു അല്ലേ? പോളിന്റെ കുട്ടികൾ പുറത്തു വന്നു. അപ്പൊ കുട്ടികൾ 3 ആൾക്കാർ, 3 എഗ്ഗിന്റെ ഉള്ളിൽ 3 ആൾക്കാർ പുറത്തു വന്നു. എന്താ പറയുന്നത്? അവരുടെ കുട്ടികൾ അമ്മയെ കണ്ടതും എന്ത് പറഞ്ഞു? ഹായ് മോം അല്ലേ? ഹായ് മോം. അപ്പൊ എന്താ നമ്മുടെ എന്താണ് പോളി എന്ത് പറയും? ഹായ്. എന്താ പറഞ്ഞത്? കുട്ടികൾ എന്താ ഇംഗ്ലീഷിൽ നമ്മൾ പറഞ്ഞത്? ചിക്സ് അല്ലേ? അപ്പൊ നമ്മുടെ പാരറ്റിന്റെ കുട്ടികൾ എന്താ പറഞ്ഞത്? ചിക്സ് എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്ത് പറയും? ഹായ് ചിക്സ്. ഹായ് ചിക്സ്. Activity 9. What do the little parrots eat? Draw the picture of the food they eat in the bowl. അപ്പൊ ഇവിടെ നോക്കൂ, 3 ലിറ്റിൽ പാരറ്റ്സും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അവർ നടുക്കൊരു പാത്രം വെച്ചിട്ടില്ലേ? ആ പാത്രത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായിരിക്കും ഇവർ കഴിക്കുന്നത്? ഈ ലിറ്റിൽ പാരറ്റ്സ് കഴിക്കുന്നത് എന്താണ്? അതിന്റെ ചിത്രമാണ് ഇവിടെ വരയ്ക്കണം. ഓക്കെ, ആ ചിത്രം വരയ്ക്കുക. എന്തുമാവാം, എന്തൊക്കെയാണ് പാരറ്റ്സ് എന്തൊക്കെയാ കഴിക്കുക? ഫ്രൂട്ട്സ് കഴിക്കും. നമ്മൾ പറഞ്ഞു ഫ്രൂട്ട്സ് കഴിക്കും, അതേപോലെ പിന്നെ നട്ട്സ് കഴിക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ പാരറ്റ്സ് കഴിക്കുന്നതാണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ പാരറ്റ്സ് കഴിക്കുന്ന എന്ത് വേണമെങ്കിലും ഇവിടെ ഡ്രോ ചെയ്യാം. നമ്മളിവിടെ ഒരു ആപ്പിൾ ആണ് വരച്ചിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും അല്ലെങ്കിൽ നട്ട്സ് എന്തെങ്കിലും വേണമെങ്കിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഡ്രോ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ എഴുതും വേണം. ഓക്കെ, പോളി ഹാസ് ഡാഷ് ലിറ്റിൽ പാരറ്റ്സ്. പോളിക്ക് എത്ര ലിറ്റിൽ പാരറ്റ്സ് ഉള്ളത്? എത്ര ലിറ്റിൽ പാരറ്റ്സ് ഉണ്ട്? 1 2 3. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 3. ഓക്കെ, 3. The little parrots eat. ലിറ്റിൽ പാരറ്റ്സ് കഴിക്കുന്നത് എന്താണ്? നമ്മളിവിടെ വരച്ചത് എന്താണോ അതിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നമ്മുടെ ആപ്പിൾ വരച്ചു, ഇപ്പൊ നമ്മുടെ ആപ്പിൾ എന്ന് എഴുതും. ഇവിടെ എന്താണോ വരയ്ക്കുന്നത് അതിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. The little parrots eat apple. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 10. അപ്പൊ നമ്മുടെ 3 ലിറ്റിൽ പാരറ്റ്സിലെ 3 പാരറ്റ്സും എന്ത് ചെയ്തു? വളർന്നു വലുതായി. അവർക്ക് പേരുണ്ട് അല്ലെ? എന്താ അവരുടെ പേര്? ജിൽ, ഡിൽ ആൻഡ് റിൽ. നമ്മൾ പാഠം നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, റീഡിംഗ് വീഡിയോയിൽ പറയുന്നുണ്ട്, 3 ആൾക്കും എന്തുണ്ട്? ഓരോരോ പ്രത്യേകതകൾ ഉണ്ട് അല്ലെ? എന്തൊക്കെയാ അവരുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയില്ലേ? ജില്ലിന്റെ പ്രത്യേകത എന്താ? ജില്ലിന്റെ പ്രത്യേകത എന്താ? വലിയ കൊക്കുകളാണ് അല്ലെ? അതായത് ബാക്കി 2 പേരുടെ കൊക്കിനെക്കാട്ടിലും വലിയ കൊക്കുകളാണ്. കൊക്കിന് എന്താ ഇംഗ്ലീഷ് പറയാ? ബീക്ക് എന്ന് പറയും അല്ലെ? അതേപോലെ ഡില്ലിന്റെ പ്രത്യേകത എന്താ? ഡില്ലിന് നല്ല നീളമുള്ള കാലുകളാണ്. ബാക്കി നമ്മുടെ ജില്ലിനും റില്ലിനെക്കാട്ടിലും നീളൻ കാലുകളാണ്. റില്ലിന് കഴുത്തിലൊരു റിങ് ഉണ്ട്. കണ്ടൊരു ഒരു റിങ് ഉണ്ട്, കഴുത്തിലൊരു റിങ് ഉണ്ട്. അപ്പൊ ഇതാണ് 3 പേരുടെ പ്രത്യേകതകൾ. അതാണ് നമ്മളിവിടെ ആക്ടിവിറ്റി 10 എഴുതാൻ പോകുന്നത്. അപ്പൊ ജില്ല് പറയുകയാണ്, ഐ ആം ജിൽ. ഞാൻ ജില്ലാണ്. ഐ ഹാവ് എ ബീക്ക്. എനിക്കൊരു വലിയ എന്തുണ്ട്? ബീക്ക്. അപ്പൊ ബീക്ക് എന്ന് വെച്ചാൽ കൊക്ക്. അടുത്തത് ഡില്ല് പറയാണ്, ഐ ആം ഡിൽ. ഞാൻ ഡില്ലാണ്. ഐ ഹാവ്. എനിക്ക് എങ്ങനത്തെ കാലുകളാണ്? ലോങ് ലെഗ്സ്. നീളമുള്ള കാലുകളാണ്. അടുത്തത് റില്ല്. ഐ ആം റിൽ. ഞാൻ റില്ലാണ്. ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ് ഉള്ളത് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. റെഡ് റിങ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സെന്റൻസ്, എനിക്ക് റെഡ് റിങ് ഉണ്ട് എന്ന് പറയുന്ന സെന്റൻസ് ഐ ഹാവ് എന്നാണ് എഴുതേണ്ടത് അല്ലെ? അപ്പൊ ഐ ഹാവ് ആണ് ഇവിടെ എഴുതാത്തത്. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? ഐ ഹാവ് എന്ന് എഴുതുക. ഐ ഹാവ് എ റെഡ് റിങ്. ഓക്കെ, അടുത്തത് നമ്മുടെ ആക്ടിവിറ്റി 11. Let us sing and add line to the rhyme. ഇവിടെ ഒരു റൈം തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് വായിക്കുക. വായിച്ചിട്ട് ഇവിടെ ഒരു ലൈൻ എഴുതാത്തത് കണ്ടോ? അവിടെ ഒരു ലൈൻ ആഡ് ചെയ്യുക, ഒരു ലൈൻ എഴുതി ചേർക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ആക്ടിവിറ്റി 11. 1 2 3 Jill dill rill fly and fly up in the sky. 1 2 3 Jill dill rill. എന്താണ് നമുക്ക് എഴുതാം? play and play up in the sky. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ വായിക്കാം. 1 2 3 Jill dill rill fly and fly up in the sky. ആകാശത്തിൽ ഒരു ഉയരെ എന്ത് ചെയ്യാണ്? പറക്കുകയാണ്. ഫ്ലൈ ചെയ്യുക, പറക്കുക. അത് നമ്മൾ എന്ത് എഴുതി? 1 2 3 Jill dill rill play and play up in the sky. അവർ ആകാശത്ത് കളിക്കുകയാണ്.
പ്ലേ ആൻഡ് പ്ലേ കളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 12. വാട്ട് ഈസ് പോളി ആസ്കിങ്? ഇവിടെ നോക്കൂ, അപ്പൊ നമ്മുടെ റില്ല് പറന്നു പോയി, റില്ല് ദൂരത്തേക്ക് പറന്നു പോയി. അപ്പൊ നമ്മുടെ എന്താണ് നമ്മുടെ ജില്ലും ഡില്ലും തനിച്ചായി. അപ്പൊ നമ്മുടെ പോളി തിരിച്ചു വരിക, അവരുടെ മോം തിരിച്ചു വരികയാണ്. മോം തിരിച്ചു വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്. എന്തായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക? മറുപടി ഇതാണ് പറയുന്നത്, റിൽ ഫ്ലോ എവേ മോം, റില്ല് ദൂരേക്ക് പറന്നു പോയി അമ്മേ എന്നാണ് പറയുന്നത്. അപ്പൊ എന്തോ നമ്മുടെ പോളി ചോദിക്കുന്നത്. ഇവിടെ കണ്ടോ, ഇത് കണ്ടോ നിങ്ങൾ? ഇത് നമ്മൾ പറയാം ക്വസ്റ്റ്യൻ മാർക്ക് എന്നാണ്. ഇത് ഇടുന്നത് നമ്മൾ നിങ്ങളൊക്കെ ചോദിക്കുക, നിങ്ങൾ ആസ്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, അപ്പൊ എന്തോ ഒന്ന് ചോദിക്കുകയാണ്. അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്തായിരിക്കും നമ്മുടെ പോളി ചോദിച്ചിട്ടുണ്ടാവുക? ജില്ലിന്റെ അടുത്തും ഡില്ലിന്റെ അടുത്തും എന്ത് ചോദിച്ചിട്ടുണ്ടാവും? റിൽ എവിടെ, അല്ലെ? വേർ ഈസ് റിൽ എവിടെ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ അവരെന്ത് പറഞ്ഞു? റിൽ ഫ്ലോ എവേ മോം, റില്ല് ദൂരേക്ക് പറന്നു പോയി അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആക്ടിവിറ്റി 13. അപ്പൊ നമ്മുടെ റില്ല് പറന്നു പോയിട്ട് എന്താ പറ്റി? റില്ലിന് എന്ത് പറ്റി? റില്ല് പറന്നു പോയിട്ട് ഒരു ടിന്നിനകത്തുള്ള പെയിന്റിൽ വീണു, അല്ലെ? ആ പെയിന്റിന് എന്ത് നിറമായിരുന്നു, എന്ത് കളറായിരുന്നു? പെയിന്റിന് റെഡ് കളറായിരുന്നു. ക്യാൻ യു കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ? അപ്പൊ ഇവിടെ നോക്കൂ, നമ്മുടെ റില്ല് പറയാണ്, റില്ലിന്റെ കോൺവെർസേഷൻ, റില്ല് പറഞ്ഞ ഡയലോഗാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഐ വാസ് ഗ്രീൻ, ഞാൻ ഗ്രീൻ നിറമായിരുന്നു, ഞാൻ ഗ്രീൻ ആയിരുന്നു. ഓക്കെ, ഐ വാസ് ഗ്രീൻ, പക്ഷെ ഇപ്പോൾ, നൗ എന്ന് വെച്ചാൽ ഇപ്പോൾ. ഐ ആം, ഇപ്പൊ ഏത് നിറമാണ്? ഇപ്പൊ ഗ്രീൻ ആണോ ഇപ്പൊ റില്ല്? അല്ല, ഇപ്പൊ ഏത് നിറവാ? റെഡ്. ഐ ആം റെഡ് നൗ, ഐ ആം റെഡ് നൗ. ആക്ടിവിറ്റി 14. what do they say? അപ്പൊ നമ്മുടെ നോക്കിയ റില്ലിന്, നമ്മുടെ ജില്ലിനും നമ്മുടെ ഡില്ലിനും തിരിച്ചറിഞ്ഞില്ല, അല്ലെ? അത് റില്ലാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അപ്പൊ നമ്മുടെ റില്ല് ഭയങ്കര വളരെ സങ്കടപ്പെട്ട് സാഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പോളി വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്. പോളിക്ക് മനസ്സിലായോ ഇത് റില്ലാണെന്ന്? ഇല്ല, അല്ലെ? പോളി അപ്പൊ ജില്ലിനോടും നമ്മുടെ ഡില്ലിനോടും ചോദിക്കുകയാണ്, ഈസ് ദാറ്റ് യുവർ ഫ്രണ്ട്? അത് നിങ്ങളുടെ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുകയാണ്. ആണോ, ഇത് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞോ? അല്ല, അല്ലെ? അപ്പൊ ഇവരെന്ത് പറയും? എസ് പറയോ? നോ, അല്ല. നോ പറഞ്ഞ അല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ റില്ല് സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടോ? നെക്സ്റ്റ് ആക്ടിവിറ്റി 14. വാട്ട് ഡസ് റിൽ സേ? അപ്പൊ നോക്കൂ, റില്ല് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? റില്ല് തിരിച്ചു നമ്മുടെ മഴയൊക്കെ പെയ്ത് നമ്മുടെ റില്ലിന്റെ മേലെയുള്ള റെഡ് കളർ പെയിന്റ് ഒക്കെ പോയി. അത് വീണ്ടും റില്ല് ഏത് കളറായി? ഗ്രീൻ കളറായി, അല്ലെ? അപ്പൊ റില്ല് പറയുകയാണ്, ഐ വാസ് റെഡ്, ഞാൻ റെഡ് നിറമായിരുന്നു. ഇപ്പോ പെയിന്റിൽ വീണ സമയത്ത് ഐ വാസ് റെഡ്, ഞാൻ റെഡ് ആയിരുന്നു. നൗ ഐ ആം, പക്ഷെ ഞാൻ ഇപ്പോൾ എന്തായി? ഗ്രീൻ, വീണ്ടും ഗ്രീൻ ആയി, അല്ലെ? ഗ്രീൻ എന്ന് വെച്ചാൽ പച്ച നിറമായി. അപ്പൊ അതായത് റില്ല് പറയണം, മഴയൊക്കെ വന്ന് മഴ കൊണ്ട് റില്ലിന്റെ മേലുള്ള പെയിന്റ് ഒക്കെ ഇളകി പോയതിനു ശേഷം നമ്മുടെ റില്ലിന് വീണ്ടും പച്ച നിറം തന്നെ തിരിച്ചു കിട്ടി, അല്ലെ? വീണ്ടും ഗ്രീൻ കളറായി. അടുത്തത് നമ്മുടെ ആക്ടിവിറ്റി 16 ആണ്. ഹെൽപ് ദി ഹണി ബി റീച്ച് ദി ബീ ഹൈവ്. അപ്പൊ ഇവിടെ നോക്കൂ, ഒരു ഹണി ബീനെ കണ്ടില്ലേ നിങ്ങൾ? ഹണി ബി എന്ന് വെച്ചാൽ ഏതാ? തേനീച്ച. ബീ ഹൈവ് എന്ന് വെച്ചാൽ തേനീച്ചക്കൂട്. അപ്പൊ ഇവിടെ ഹണി ബീനെ ഈ ബീ ഹൈവിലേക്ക് എന്ത് ചെയ്യണം? വഴി വരയ്ക്കാനാണ് ഇവിടെ കണ്ടോ, ഇതിലൂടെ വഴി വരച്ച് എത്തിക്കുക. അപ്പൊ അത് മാത്രം ചെയ്താൽ പോരാ, അതിനോടൊപ്പം തന്നെ ഇവിടെ കുറച്ച് വേർഡ്സ് കണ്ടോ, നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ച കുറച്ച് വാക്കുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഹൗ മെനി ക്യാരക്ടേഴ്സ് ഡിഡ് ദ ഹണി ബി സീ ഓൺ ദി വേ? അപ്പൊ ഈ ഓരോ വാക്കുകളുടെ ഇടയിലൂടെയും വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വരയ്ക്കണമെങ്കിൽ. അങ്ങനെ ആവുമ്പോൾ നമ്മൾ ഏതൊക്കെ ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് ഈ ഹണി ബി ഏതൊക്കെ ക്യാരക്ടേഴ്സ് കാണും, അതായത് ഈ ബീഹൈവിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ ക്യാരക്ടേഴ്സിലൂടെയായിരിക്കും കാണുക. നമ്മൾ വഴി വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റൈറ്റ് ദെയർ നെയിംസ് ബിലോ, ആ പേരുകളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ആരുടെയൊക്കെ പേരുകൾ കാണും? പോളി ഉണ്ട്, അതുപോലെ റില്ലുണ്ട്, ഡില്ലുണ്ട്, ജില്ലുണ്ട്, എലിഫന്റ്, ഡക്ക്, റാബിറ്റ്, അതെല്ലാം ആ പേരുകൾ. നമ്മുടെ റാബിറ്റും ഉണ്ട്, അല്ലെ? എല്ലാവരുടെ ഇങ്ങനെ നമ്മൾ ഡ്രോ ചെയ്ത് പോകുന്ന സമയത്ത് വരച്ചു പോകുമ്പോൾ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയില്ലേ? പേരിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുന്നതാണ് ചോദ്യം. അപ്പൊ പേരുകളെല്ലാം എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. അടുത്ത നമ്മുടെ ആക്ടിവിറ്റി 17, നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ എത്ര ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്? രണ്ടാമത്തെ യൂണിറ്റിൽ മൊത്തം എത്ര ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്? രണ്ടാമത്തെ യൂണിറ്റിൽ 17 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, മൊത്തം 1 to 17 ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ ഈ ഒറ്റ ക്ലാസ്സിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആണ്, ആക്ടിവിറ്റി 17 ആണ്. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് റിൽ? അപ്പൊ റില്ലിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായില്ലേ എല്ലാ കൂട്ടുകാർക്കും റില്ലിന്റെ സ്റ്റോറി? യെസ്. Some events from the story are given below. അപ്പൊ നമ്മുടെ കഥയിലെ ചില ഭാഗങ്ങളാണ്, ചില ഇവന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. കണക്ട് ദി ഇവന്റ്സ് യൂസിങ് ആരോ മാർക്ക്. അപ്പൊ ഒന്നിനു ശേഷം എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ആരോ വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം നടന്ന സംഭവം, റിൽ ഫ്ലോ അവേ, റിൽ ദൂരേക്ക് പറന്നു പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? റിൽ എന്ത് സംഭവിച്ചു? ഒരു ടിന്നിനകത്ത് വീണു. അതാണ്. അപ്പൊ ഈ ആരോ കണ്ടോ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത് ഇത് സംഭവിച്ചു. അപ്പൊ ഇവിടേക്ക് ഒരു ആരോ കൊടുത്തു. റിൽ ഫെൽ ഇൻടു എ ടിൻ, റിൽ ഒരു ടിന്നിനകത്ത് വീണു. അടുത്ത് എന്താ സംഭവിച്ചത്? റില്ല് റെഡ് കളറായി, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇതിലേക്ക്
റെഡിലേക്ക് ആരോ വരയ്ക്കുക. റിലീസ് റെഡ്. അടുത്ത നെക്സ്റ്റ് നടന്ന സംഭവം എന്താ? മഴ പെയ്തു അല്ലെ? അപ്പൊ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ഇങ്ങോട്ട്, അതായത് ഇതിൽ നിന്നും ഇതിലോട്ട് ആരോ വരയ്ക്കുക. ലാസ്റ്റ് ഇതിൽ നിന്നും ഇങ്ങോട്ട് ആരോ വരയ്ക്കുക. ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് കഴിഞ്ഞാൽ റില്ലിന് വീണ്ടും പച്ച നിറം തിരിച്ചു കിട്ടി. റിലീസ് ഗ്രീൻ എഗൈൻ. റില്ല് വീണ്ടും പച്ചയായി. കണ്ടോ? അപ്പൊ ഇവിടെ സ്റ്റോറിയിൽ നടന്ന ഇവന്റ്സ്, സ്റ്റോറിയിൽ നടന്ന കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് ഒന്ന് അടുത്ത് എന്ത് നടന്നു എന്ന് വെച്ചിട്ട് നെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ആരോ വരച്ചിട്ട് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി 17. അപ്പൊ നമ്മളെ ആക്ടിവിറ്റി 1 തൊട്ട് 17 വരെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഇവിടെ ചെയ്തത്. അപ്പൊ എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായോ? എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക. ക്ലാസ് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.